നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട, വളരെ പ്രാധാന്യത്തോടുകൂടി നാം സൂക്ഷിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നാം ശ്രമിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നാം വളരെയധികം പ്രാധാന്യത്തോടുകൂടി സൂക്ഷിക്കേണ്ട 4 കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത് വരാൻ പാടില്ല. ആ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് നാം ശ്രദ്ധിക്കണം. ആ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ ഹൃദയം മലീമസമാകാനും നമ്മെ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കാനും കാരണമാകുന്ന 4 കാര്യങ്ങളാണ്. അത് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വിഡ്ഢികളായിട്ടുള്ള ആളുകളുമായിട്ട് സഹവസിക്കാതിരിക്കുക. എപ്പോഴും വിഡ്ഢിത്തം പറയുന്ന, ഒന്നും ആലോചിക്കാതെ തീരുമാനമെടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുന്ന, എപ്പോഴും മോശമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞും ചെയ്തും നടക്കുന്ന ആളുകൾ, അവരുമായിട്ട് സഹവസിക്കരുത്. വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആളുകൾ, അവരുമായിട്ട് എന്താവരുത്, സഹവസിക്കാൻ പാടില്ല. അവർ നമ്മെയും എന്താവും, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിലും പ്രയാസത്തിലും കൊണ്ടുപോയി ചാടിക്കും. അതുകൊണ്ട് നല്ല ആളുകളുമായിട്ട് നാം സഹവസിക്കണം. നല്ല പണ്ഡിതന്മാരുമായി, നല്ല ആലിമ്യങ്ങളുമായി, നല്ല സൽസ്വഭാവമുള്ള ആളുകളുമായിട്ട്, നല്ല ആബിദീകളായിട്ടൊക്കെ എന്ത് ചെയ്യണം, സഹവസിക്കണം. നമ്മുടെ കൂട്ടുകെട്ട് നാം തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കണം, നല്ല ആളുകളുമായിട്ട് വേണം സഹവസിക്കാൻ. നാം എത്ര നല്ല ആളാകട്ടെ, നമ്മുടെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ നമ്മ മോശമായ ആളായിട്ടാണ് വിലയിരുത്തുക. നാം എത്ര നല്ല ആളായിട്ടും കാര്യമില്ല, നമ്മുടെ കൂട്ടുകാർ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, നമ്മുടെ കൂട്ടുകാർ മദ്യപിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ കൂട്ടുകാർ അനാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, അവരെ എന്താവും, നാം നല്ല ആളാണെങ്കിലും നമ്മെ അവരുടെ ആ ഗണത്തിൽ, അവരുടെ ആ കൂട്ടത്തിൽ പെടുത്തിക്കൊണ്ട് നമ്മയും മോശമായ ആളായിട്ട് എന്താവും ചിത്രീകരിക്കും. അതുകൊണ്ട് നല്ല ആളുകളുമായിട്ട് എന്ത് ചെയ്യണം, സഹവസിക്കണം. നല്ല ആളുകളുമായിട്ട് സഹവസിക്കുമ്പോൾ അവരുടെ ആ സൽസ്വഭാവം, അവരുടെ ആ സ്വഭാവം നമുക്ക് കൂടി ലഭിക്കും. നാം കൂടി എന്താവും, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കാരണമാകും. നല്ല ആലിമ്യങ്ങളുമായിട്ട്, നല്ല അറിവുള്ള പണ്ഡിതന്മാരുമായിട്ടൊക്കെ സഹവസിക്കുമ്പോൾ അവരുടെ ആ അറിവ് നമുക്ക് ലഭിക്കാനും ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്നും പഠിച്ചെടുക്കാനും സാധ്യമാകും. അതുപോലെ തന്നെ നല്ല ആബിദീകളുമായിട്ട്, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ സഹവസിക്കുമ്പോൾ നാം എന്താവും, ഇബാദത്തിലേക്ക് പതുക്കെ ഇങ്ങനെ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ അത് കാരണമാകും. ആ ആളുടെ രീതിയിലേക്ക് നമ്മളിങ്ങനെ പതുക്കെ എന്താവും, മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നല്ല സൽസ്വഭാവികളുമായിട്ടൊക്കെ സഹവസിക്കണം. മോശമായ ഗൈബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന, എപ്പോഴും മറ്റൊരാളെ കുറ്റം പറയുന്ന ആളുകളുമായിട്ട് നമ്മൾ സഹവസിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കണം, അവർ നമ്മെക്കുറിച്ചും എന്താവും, കുറ്റം പറയും. സ്ത്രീകളും പുരുഷന്മാരാണെങ്കിലും ഗൈബത്തും നമീമത്തും ഒക്കെ പറയുന്ന ആളുകളുമായിട്ട് സഹവസിക്കരുത്. ശ്രദ്ധിക്കണം, നമ്മുടെ അമൽ കൂടി എന്താവും, നഷ്ടപ്പെട്ടു പോകും. അവരുടെ കൂടെ സഹവസിക്കുന്നതോടുകൂടെ നമ്മുടെ അമൽ കൂടി നഷ്ടപ്പെട്ട് നാം തെറ്റിലേക്ക് ചെന്നെത്തിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് നാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം, നല്ല ആളുകളുമായിട്ട് സഹവസിക്കണം. നല്ല ആളുകളുമായിട്ടുള്ള സുഹബത്ത് നമ്മെ നന്മയിലേക്ക് എത്തിക്കും. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. വിഡ്ഢികളുമായിട്ട് നമ്മൾ സഹവസിക്കരുത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് തെറ്റുകളിങ്ങനെ ആവർത്തിച്ച് ചെയ്യുക. നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു കറുത്ത പുള്ളിയിടുകയാണ്. അടുത്തൊരു തെറ്റ് കഴിയുമ്പോൾ അടുത്ത കറുത്ത പുള്ളി ഇടുകയാണ്. അങ്ങനെ ഓരോ കറുത്ത പുള്ളി ഇട്ട് നമ്മുടെ ഹൃദയം എന്താവും, കറുകറുത്തു പോകും. നമ്മുടെ ഹൃദയം കട്ടിയായി പോകും. പിന്നെ നമുക്ക് എന്ത് തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് തോന്നൂല. നമ്മൾ എന്ത് മോശമായ പ്രവർത്തനങ്ങളും പിന്നെ ചെയ്യും. അതുകൊണ്ട് ഓരോ തെറ്റും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമുക്കത് തെറ്റായിട്ട് തോന്നുകയില്ല. നമുക്ക് ഞാൻ ചെയ്തു പോയത് തെറ്റാണെന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരില്ല. നമ്മുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് തോന്നും, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് തോന്നിയിട്ടെന്താ, അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങും. മനുഷ്യന്മാരാണ്, തെറ്റുകൾ സംഭവിച്ചു പോകാം. തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ എന്താവും, അതിൽ നിന്ന് തോപ ചെയ്ത് മടങ്ങണം. അതിനൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഹൃദയം, നമ്മളിങ്ങനെ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്താൽ നമുക്ക് നാം ചെയ്യുന്നത് തെറ്റായിട്ട് തോന്നുകയില്ല. നമ്മൾ തോപ ചെയ്യുകയില്ല. നാം പിന്നെ ആ തെറ്റിൽ ഇങ്ങനെ വ്യാപൃതരായി പോകും. അതുകൊണ്ട് തെറ്റുകൾ ആവർത്തിച്ച് ചെയ്യരുത്. നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണത്.
മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പരസ്ത്രീകളുമായിട്ട്, അന്യ സ്ത്രീകളുമായിട്ട് ഒരു സ്ഥലത്ത് ഒറ്റക്കാവുക. ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തൊക്കെ എന്താവുക, ഒറ്റക്കാവുക അന്യ സ്ത്രീകളുമായിട്ട്. അങ്ങനെ അന്യ സ്ത്രീകളുമായിട്ട് ഒരു സ്ഥലത്ത് ഒരു അന്യ സ്ത്രീ ഒരു പുരുഷനും ഒറ്റക്കാവുമ്പോൾ മൂന്നാമതായിട്ട് അവിടെ കടന്നു വരുന്നത് പിശാചാണ്. പിശാച് അവിടെ കടന്നു വന്നുകൊണ്ട് ഹൃദയത്തിലേക്ക് മോശമായ ചിന്തകൾ ഇട്ട് തരികയും അവിടെ തെറ്റിലേക്ക് നമ്മെ ചെന്നെത്തിക്കുകയും തെറ്റിലേക്ക് കൊണ്ടുപോകാനും അത് കാരണമാകും. അതുകൊണ്ട് എപ്പോഴും അത് എന്ത് കാര്യത്തിനാണെങ്കിലും, അതിനി ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ പോലും ആണെങ്കിലും എന്ത് ചെയ്യരുത്, അന്യ സ്ത്രീയുമായിട്ട് ഒറ്റക്കാവാൻ പാടില്ല. പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകളുമായിട്ട് എന്താകാൻ പാടില്ല, ഒറ്റയ്ക്കൊരു സ്ഥലത്താകാൻ പാടില്ല. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അത് നമ്മെ തെറ്റിലേക്ക് ചെന്നെത്തിക്കും. പിശാച് വന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ എന്താവും, വഴിതെറ്റിക്കും. അതുകൊണ്ട് അന്യ സ്ത്രീകളുമായിട്ട് ഒരു സ്ഥലത്ത് ഒറ്റക്കാവുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഗവനിക്കണം. അത് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നാലാമത്തെ കാര്യമായി പറയുന്നത് മരണപ്പെട്ടവരോട് കൂടെ ഇരിക്കുക. മരണപ്പെട്ടവരോട് കൂടെ ഇരിക്കുക എന്നാണ് പറയുന്നത്. അത് ചെയ്യാൻ പാടില്ല എന്ന്. മരണപ്പെട്ടവരോട് കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പാദ്യം, നല്ല ധനാഢ്യനായിട്ടുള്ള ആളാണ്, സമ്പത്തുള്ള ആളാണ്. ആ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന വ്യക്തി, ആ സമ്പത്ത് കൊണ്ട് വലിയ അഹങ്കാരം കാണിക്കുന്ന വ്യക്തി, ആ വ്യക്തികളുമായിട്ട് അങ്ങനത്തെ ആളുകളുടെ കൂടെ എന്താകാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, സഹവസിക്കാൻ പാടില്ല. നല്ല സമ്പത്തുള്ള ആളുകളുണ്ട്. സമ്പത്ത് കൊണ്ട് സ്വതക്ക ചെയ്യുന്ന ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന നല്ല സമ്പത്തുള്ള ആളുകളുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഈയിടെ നടന്ന സംഭവ വികാസങ്ങളും ഒരാൾക്ക് വേണ്ടി വലിയ പിരിവ് നടത്തിയതും 34 കോടിയോളം വരുന്ന സംഖ്യ ആളുകളെ സഹായിച്ചതൊക്കെ നമുക്കറിയാം. അപ്പോൾ നല്ല ധനികരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ആളുകളെ സഹായിക്കാൻ നല്ല മനസ്സുള്ള, അവരെക്കുറിച്ചല്ല പറഞ്ഞത്. ധനമുണ്ട്, അതുകൊണ്ട് അഹങ്കാരം കാണിക്കുന്ന ആളുകൾ, അവരുടെ കൂടെ നമ്മൾ സഹവസിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അതിനെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, നമ്മുടെ സ്വഭാവത്തെ നന്നാക്കട്ടെ, നമ്മുടെ ഹൃദയത്തെ അള്ളാഹു ശുദ്ധീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.